ഇന്ന് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ ചാപ്റ്റർ നോക്കാം. പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്നാണ് ഈ പാഠഭാഗത്തിൻ്റെ പേര്. ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തിൻ്റെ കഥയാണ് പന്ത് കളിക്കാനൊരു പെൺകുട്ടി. ഈ പാഠഭാഗം എഴുതിയിരിക്കുന്നത് കലവൂർ രവികുമാറാണ്. ഇദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്തെ സംവിധായകനും തിരക്കഥാകൃത്തും കൂടിയാണ്. ഏകദേശം 10ഓളം ചിത്രങ്ങൾക്ക് ഇദ്ദേഹം തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഈ പാഠഭാഗത്തേക്ക് കടക്കാം. പന്ത് കളിക്കാനൊരു പെൺകുട്ടി. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ഒരു വൈകുന്നേരം വീടിനടുത്ത മൈതാനത്ത് ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ അവിടെ പ്രകാശനുണ്ടായിരുന്നു. സത്യത്തിൽ അവൻ്റെ നേതൃത്വത്തിലായ കളി. ഉള്ളത് പറയാമല്ലോ, നല്ല ഒന്നാന്തര കളിക്കാരനാ അവൻ. ഓട്ടത്തിന് അസാധ്യ വേഗത, കണക്ക് കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാടവം. എന്നെ കണ്ടപാടെ അവൻ പറഞ്ഞു, മഞ്ഞക്കിളി ഗോളി നിന്നോ. എല്ലാവരും അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എനിക്ക് ഗോളി നിൽക്കാനായിരുന്നില്ല ഇഷ്ടം, കയറി കളിക്കാനായിരുന്നു. ഞാനും ഒരു ആൺകുട്ടിയല്ലേ. പക്ഷേ മൈതാനത്ത് പ്രകാശൻ പറയുന്നതാണ് നിയമം. പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതോടെ അവൻ എൻ്റെ നേർക്കു തിരിഞ്ഞു. മഞ്ഞേ, നിന്റെ കൈയെന്താ, ഓട്ടക്കൈയാണോ? ഞാനത് കേട്ടതായി നടിച്ചില്ല. അടുത്ത പന്തും സ്വന്തം പോസ്റ്റിൽ കയറാൻ അനുവദിച്ചെന്നു മാത്രം. അങ്ങനെ ഒരു ലോകകപ്പിൽ ജർമ്മനി ബ്രസീലിനെ പൊട്ടിച്ചതുപോലെ എതിർ ടീം ഞങ്ങളുടെ ടീമിനെ കൊട്ടയിൽ വാരി. ഹഹ. പ്രകാശൻ കലിതുള്ളി. പിന്നെ ഒരിക്കലും പ്രകാശൻ എന്നെ അവൻ്റെ ടീമിലെടുത്തില്ല. എന്നെ കാണുമ്പോഴേ അവൻ അമറും. മഞ്ഞക്കളിയെ നിങ്ങൾ എടുത്തോ. എന്നാൽ എതിർ ടീമിൽ കളിക്കുമ്പോൾ ഗോൾ വഴങ്ങാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചു. പ്രത്യേകിച്ചും പ്രകാശൻ്റെ ഷോട്ടുകൾ ഗോളാവാതിരിക്കാൻ ജാഗരൂകനായി. അതുകൊണ്ട് പ്രകാശൻ പിന്നെയും കലിതുള്ളി. അപ്പോൾ നിനക്ക് പന്ത് പിടിക്കാൻ അറിയാം. ഞാൻ അവൻ്റെ രോക്ഷം കണ്ട് ഉള്ളിൽ ചിരിച്ചു. അങ്ങനെ ഇരിക്കെയാണ് സുമംഗല ഞങ്ങളുടെ മൈതാനത്ത് എത്തുന്നത്. വന്ന പാടെ അവൾ ഒറ്റ ചോദ്യം, എന്നെയും കൂടി കളിക്കാൻ കൂട്ടുമോ? പ്രകാശം മാത്രമല്ല, ഞാനും പൊട്ടിച്ചിരിച്ചു. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്കേ. പ്രകാശൻ അതും പറഞ്ഞ് നിർത്താതെ ചിരിച്ചു. ഞാനും ഒത്ത ഒരു ആൺകുട്ടിയായി നിന്ന് സുമംഗലയെ കളിയാക്കി. സുമംഗലയുടെ അച്ഛൻ രത്നാകരൻ പഴയ ഫുട്ബോൾ താരമാണ്. കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നീട് പരിക്കുപറ്റി കളം വിടേണ്ടി വന്നു. ഇപ്പോൾ പശുവിനെ പോറ്റിയും പാൽ വിറ്റുമാണ് ജീവിതം. ഒഴിവു സമയങ്ങളിൽ മുറ്റത്ത് അച്ഛനോടൊപ്പം സുമംഗല പന്ത് തട്ടാറുണ്ട്. ഇപ്പോൾ അവൾക്ക് മൈതാനത്ത് കളിക്കാൻ മോഹം. അതിമോഹമാണ് മോളെ എന്ന് ഞങ്ങൾ ആൺകുട്ടികൾ അവൾക്ക് മുന്നിൽ ആർത്തു. സങ്കടം തുളുമ്പിയ കണ്ണുകളോടെയാണ് സുമംഗല മൈതാനത്തു നിന്ന് പോയത്. അന്നു രാത്രി ഞാൻ അമ്മയോട് ഇക്കാര്യം എല്ലാം പറഞ്ഞു. അമ്മ അപ്പോൾ എന്നോട് ചോദിച്ചു, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ശേഷം അമ്മ ലാപ്ടോപ്പിൽ പഴയ ലോകകപ്പ് വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു തന്നു. ഞാൻ അവയെക്കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോസ് കാണുന്നത് ആദ്യമായാണ്. സ്ത്രീകളാണ് കളിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നുകയില്ല. മൈതാനത്ത് പന്തും മത്സരവുമേ ഉള്ളൂ. എല്ലാം ഉശിരൻ കളികൾ. കൂട്ടത്തിൽ ബ്രസീലിൻ്റെ മാർത്ത എന്ന താരത്തിൻ്റെ പ്രകടനം കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത്. ഇന്ത്യയിലും പെൺകുട്ടികൾക്ക് ടൂർണമെൻറ്റുകളുണ്ട്. കേരളം പലതവണ അതിൽ വിജയിച്ചിട്ടുമുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൺകുട്ടികളുണ്ടായാൽ ഭാവിയിൽ കേരളം ജയിക്കുമോ? എനിക്ക് സംശയമാ, അമ്മ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല. അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ ലക്ഷണവുമല്ല, അമ്മ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മ പത്രപ്രവർത്തകയാകാൻ തീരുമാനിച്ചപ്പോൾ പലരും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്രേ. അമ്മ വകവെച്ചില്ല. പത്രപ്രവർത്തനം സ്ത്രീകൾക്കും വഴങ്ങുമെന്ന് അമ്മ ഉറച്ചു നിന്നു. വിവാഹിതയായപ്പോൾ അച്ഛനും അമ്മയെ പിന്തുണച്ചു. അക്കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം നിന്റെ അച്ഛനോടാ, അമ്മ ഉച്ചത്തിൽ ചിരിച്ചു. പിന്നെ സുമംഗലയെ കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എൻ്റെ അമ്മ ആഗ്രഹിച്ചത് അമ്മ നേടിയെടുത്തു. സുമംഗലയ്ക്കും അതിനൊക്കെ കഴിയേണ്ടതാണ്. ചിലപ്പോൾ മാർത്തയെപ്പോലെ മിന്നൽ വേഗത്തിൽ എതിർ പോസ്റ്റിലേക്ക് കുതിക്കുന്ന വലിയ താരമായി സുമംഗല വളർന്നാലോ? അങ്ങനെയാണെങ്കിൽ അമ്മ പറയും പോലെ ഞങ്ങൾ അക്രമമാണ് കാട്ടിക്കൂട്ടുന്നത്. അതല്ല, സുമംഗല മാർത്തയെപ്പോലെ വളർന്നില്ലെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട കളിയിലേർപ്പെടാൻ അവകാശമുണ്ട്. അവളും ഞങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. അമ്മ പറഞ്ഞതിൻ്റെ ശരിയായ അർത്ഥം അതാണെന്ന് തോന്നുന്നു. എന്തോ ആർക്കറിയാം. എന്തായാലും സുമംഗല പെട്ടെന്ന് തോറ്റു പിന്മാറുന്ന ആളല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പിറ്റേന്നും അവൾ മൈതാനത്തെത്തി. പഴയ ചോദ്യം ആവർത്തിച്ചു. പ്രകാശൻ ഒരിക്കൽ കൂടി ക്ഷുഭിതനായി. സുമംഗലയും വിടുന്നില്ല. ഇവരുടെ വഴക്കു കാണുമ്പോൾ ഞാൻ സന്തോഷിക്കേണ്ടതാണ്. പക്ഷേ എനിക്കെന്ന് അത്ര സന്തോഷം വന്നില്ല. ഇപ്പോൾ ഒരു പെൺകുട്ടി കളിക്കാനുള്ള മോഹവുമായിട്ട്, ഫുട്ബോൾ കളിക്കാനുള്ള മോഹവുമായിട്ട് ഈ പ്രകാശൻ്റെയും ഈ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്നെയും കൂടി ഒന്ന് കളിക്കാൻ കൂട്ടാമോ എന്ന്. പ്രകാശൻ ഒരു നല്ല കളിക്കാരനാണ് അല്ലേ, നല്ല ഒന്നാന്തരം കളിക്കാരനാണ്. കണക്ക് കൂട്ടാൻ പറ്റാത്ത മുന്നേറ്റ പാഠമൊക്കെ ഉള്ള ഒരാളാണ് പ്രകാശൻ എന്നുള്ള
കളിക്കാരൻ. അപ്പോൾ ഈ പ്രകാശിൻ്റെ ഒപ്പം നമ്മുടെ കഥാകൃത്ത് ചോദിക്കുകയാണ് ഈ പെൺകുട്ടികളും ഇങ്ങനെ കളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് കതിമോഹമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ കഥാകൃത്ത് വീട്ടിൽ ചെന്ന് പറയുകയാണ് അമ്മയോട്, ഇങ്ങനെ ഒരു പെൺകുട്ടി കളിച്ചോട്ടെ എന്ന് ചോദിച്ചു വന്നിരുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, എന്താണ് പെൺകുട്ടികൾ കളിച്ചതെന്നാണ് കുഴപ്പം? പെൺകുട്ടികളിൽ എത്തപ്പെടാത്ത മേഖലകളൊന്നുമില്ല അല്ല ഇപ്പോൾ. അപ്പോൾ ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല എന്നാണ് അമ്മ പറയുന്നത്. അതായത് നല്ല ആൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കില്ല. അതായത് ആൺകുട്ടിയെന്നും പെൺകുട്ടിയെന്നും, പെൺകുട്ടികൾക്ക് ഒരു കളി ആൺകുട്ടികൾക്ക് ഒരു കളി അങ്ങനെയൊന്നും ഇല്ല എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നു. അവൻ്റെ അമ്മ ഒരു പത്രപ്രവർത്തക കൂടിയാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് ഈ പത്രപ്രവർത്തനം അതിലായിരുന്നു അമ്മയ്ക്ക് താല്പര്യം, ആ മേഖലയിലായിരുന്നു. പിന്നീട് കല്യാണത്തിന് ശേഷം അമ്മയുടെ ഭർത്താവ് ഇവൻ്റെ അച്ഛൻ തന്നെ അതിന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് അമ്മയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂടുതലുണ്ട്, മോനേക്കാളും ഇഷ്ടം കുറച്ചും കൂടി ഈ കാര്യത്തിൽ അച്ഛനോടുണ്ടെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവൻ സുമംഗല, അതായത് സുമംഗലയെക്കുറിച്ച് ഈ കുട്ടി നമ്മുടെ കഥാകൃത്ത് ചിന്തിക്കുകയാണ്. മറ്റ് പെൺകുട്ടികളുടെ ഫുട്ബോളൊക്കെ അമ്മ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു മാർത്ത എന്നുള്ള ഒരു പെൺകുട്ടിയുടെ കളിയൊക്കെ അവൻ കാണുന്നു, ഈ ബ്രസീലിൻ്റെ മാർത്ത എന്നൊരു താരം. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇവൻ അത്ഭുതപ്പെടുകയാണ്. മാർത്ത എന്നുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ പോലെ ആയാലോ സുമംഗല, ആയില്ലെങ്കിൽ പോലും അവൾക്ക് കളിക്കുവാനുള്ള അവകാശമില്ലേ എന്നൊക്കെ നമ്മുടെ കഥാകൃത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് കഥ ഉറക്കെ വായിക്കാം. അതായത് നിങ്ങൾ ഗ്രൂപ്പൊക്കെ തിരിഞ്ഞിട്ട് കഥയൊക്കെ വായിച്ച് പൂർത്തിയാക്കുക. പിന്നെ ഇനി രസകരമായ പ്രയോഗങ്ങൾ. മഞ്ഞേ, നിൻ്റെ കൈ എന്താ ഓട്ടക്കൈയാണോ? ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ? എന്നിട്ട് പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്തായിരിക്കും? അപ്പോൾ ഇതേപോലുള്ള വാക്യങ്ങളൊക്കെ കഥയിൽ ഒളിച്ചിട്ടുണ്ടെങ്കിൽ അവയും കണ്ടെത്തണം. ഒന്നും ആൺകുട്ടികളുടെ കുത്തികയല്ല എന്ന് അമ്മ പറയുന്നുണ്ട്. അതെന്താണ് അമ്മ അങ്ങനെ പറയുന്നത്? ഒന്നും ആൺകുട്ടികളുടെ കുത്തികയല്ല അല്ലേ? പ്രത്യേകിച്ച് ഇക്കാലത്ത്, ഈ ആധുനിക കാലഘട്ടത്തിൽ എന്ന് പറയുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം സമന്മാരാണ്. എത്ര വലിയ ജോലിയിലായാലും അല്ലെങ്കിൽ എത്ര ചെറിയ ജോലിയിലായാലും സ്ത്രീകൾ കടന്നു ചെല്ലാത്ത ഇടങ്ങളൊന്നുമില്ല. ബഹിരാകാശത്തേക്ക് വരെ നമ്മുടെ സ്ത്രീകൾ പോകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ സ്ത്രീകൾ ഏത് മേഖല എടുത്താലും, ഏത് മേഖല, അതായത് പത്രപ്രവർത്തനമാകട്ടെ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു തെങ്ങ് കയറ്റമാവട്ടെ, ഏത് ജോലി ഏത് മേഖല എടുത്താലും നമ്മുടെ സ്ത്രീകളെല്ലാം തന്നെ ആൺകുട്ടികളെ പോലെ തന്നെ സ്ത്രീകളും ആ ജോലിയെല്ലാം വളരെ വെടിപ്പായി ചെയ്യുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാരെ പോലെ തന്നെ ഒരു കഴിവ്, ചിലപ്പോൾ ചില സമയങ്ങളിൽ പുരുഷന്മാരെക്കാളും കഴിവ് കൂടുതലുണ്ടാവാം സ്ത്രീകൾക്ക്. അപ്പോൾ ഇത് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ താഴെയല്ല, പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് സമന്മാരാണ്. ആരും മുകളിലുമല്ല താഴെയുമല്ല, പുരുഷൻ സ്ത്രീ ഒരേ തട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു മേഖല തന്നെയാണ് അമ്മ ജോലിക്കായി തിരഞ്ഞെടുത്തത്. പത്രപ്രവർത്തനമായിരുന്നു അമ്മയുടെ ജോലി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മേഖല അമ്മ അതിലേക്ക് തന്നെ അമ്മ ചേർന്നു. പിന്നെ അച്ഛനും ഈ ജോലിക്കൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അമ്മ പറയുന്നതെല്ലാം ശരിയാണല്ലേ? ആൺകുട്ടികളും അങ്ങനെ ചിന്തിക്കരുത്. ഒന്നും പുരുഷന്മാരുടെ കുത്തകയല്ല. പുരുഷന്മാർ ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയും. അതുപോലെ പുരുഷന്മാർ ചെയ്യുന്ന ഇപ്പം കളി, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും വോളിബോൾ ആയാലും എല്ലാം പെൺകുട്ടികളും ഇതേപോലെ തന്നെ അവരുടെ ഒപ്പം തന്നെ ചിലപ്പോൾ ഒരു പടി മേലെ അവർ ഇതേപോലെ എല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കണം. പിന്നെ മഞ്ഞക്കിളിയുടെ ഡയറി. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞക്കിളി തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. അവന് ഉറക്കം വന്നതേയില്ല. അന്നത്തെ സംഭവങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ മിന്നി മറഞ്ഞു. അവൻ തൻ്റെ ഡയറി കയ്യിലെടുത്ത് എഴുതാൻ തുടങ്ങി. മഞ്ഞയുടെ അന്നത്തെ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കുമെന്ന് എഴുതി നോക്കണം. അപ്പോൾ മഞ്ഞ അന്ന് എന്തൊക്കെ എഴുതി കാണും? തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നു അല്ലേ? ആ പെൺകുട്ടി വന്ന് ചോദിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതുക. പിന്നെ നമ്മുടെ ക്ലാസ് കായികോത്സവം, ടോമോയിലെ കായികമേളയെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. എല്ലാവരെയും പങ്കെടുപ്പിച്ച് നമുക്കൊരു കായികമേള നടത്തിയാലോ? എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം, ഏതെല്ലാം ഇനങ്ങൾ ഉൾപ്പെടുത്തണം, എവിടെ വെച്ച് നടത്തണം, ആവശ്യമായ പ്രചാരണം എങ്ങനെയല്ല, വിജയികൾക്ക് സമ്മാനങ്ങൾ വേണ്ടേ, നോട്ടീസ് തയ്യാറാക്കണം, നോട്ടീസിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, പോസ്റ്റർ നിർമ്മിക്കണം, പോസ്റ്ററിൽ എന്തൊക്കെ വേണം, ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക. പോസ്റ്റർ നിർമ്മിക്കുക, നോട്ടീസ് തയ്യാറാക്കുക, പിന്നെ ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മിക്കുക, ഇതൊക്കെ പ്രദർശിപ്പിക്കുക. സ്കൂളിനും പുറത്തുമൊക്കെ ഉചിതമായ സ്ഥാനത്തുക പ്രദർശിപ്പിക്കുക.
പിന്നെ ദൃക്സാക്ഷി വിവരണം 2-3 കുട്ടികൾ ചേർന്ന് കായികമേളയുടെ തത്സമയ വിവരണം നടത്തുക. ഇത് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സിൽ എല്ലാവർക്കും കേൾക്കാൻ തക്കവണ്ണം കേൾക്കാനുള്ളൊരു അവസരവും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്നുള്ള ചെറിയ പാഠഭാഗം തീർന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.